டபுள் ஸ்ட்ராங் ஒரு டீ போடுப்பா. இங்க கோல்டன் வேலி டீ எஸ்டேட் எங்க இருக்கு? இവിടുന്ന് 2-3 കിലോമീറ്റർ போணும். அங்க நென்மாரா. நென்மாரால இருந்து வந்த ஆல்பர்ட்ன்ற பேர்ல யாராவது இருக்கானா? ആൽബർട്ട് എന്റെ അറിവിൽ അങ്ങനെ ഒരാളില്ല. ഇനി പുതുതായിട്ട് വന്ന ആളാണ്. ஆமா, புதுசா வந்தவன் தான். அஞ்சு லிட்டர் போடுப்பா. சரி, ஒரு போன் பண்ணணும். ചെയ്തോളൂ. ஹலோ, நான் சலீம் பேசுறேன் சார். அந்த சூப்பர்வைசர் ஆல்பர்ட் இங்க தான் இருக்கான். ஆமா சார், நேரடியா டீசல் போட்டாச்சா? அப்படின்னா ஆயில் கொஞ்சம் செக் பண்ணு. சரி. நேரடியா கொலை பண்றதா இருந்தா இன்னைக்கே முடிச்சிட்டு நான் வந்துருவேன். ஆனா ஆக்சிடென்ட் மாதிரி இருக்கணுமே. ஆமா சார், நான் மேக்ஸிமம் ட்ரை பண்றேன். கூடிய சீக்கிரம் முடிச்சிட்டு வந்துடுறேன். ഓക്കെ സാർ, അപ്പുറമാ കൂപ്പിടുறேன். ലോൺ അയച്ചു കഴിഞ്ഞു. നാളെ അവിടെ കിട്ടും. യാ, ഡോണ്ട് വറി. ബൈ. എന്താ സാർ വിളിച്ചത്? ആൽബർട്ട്, കുറച്ച് ക്യാഷ് ഉണ്ട് ബാങ്കിൽ അടയ്ക്കാനുണ്ടായിരുന്നു. ഞാൻ ക്യാഷിനോട് പറഞ്ഞിട്ടുണ്ട്. വാങ്ങിച്ചോളൂ.
എന്റെ അമ്മോ കഴിവറ മോനെ. എടാ എടാ റോയി നീയായിരുന്നോ? അല്ല, ആൽബർട്ട് അലക്സ്. വിടളിയാ, എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു. ഏതായാലും പുതിയ അവതാരം കൊള്ളാം. ഇതെന്ത് പറ്റിയാണ് നിന്റെ നെറ്റിയിൽ? ഏതായാലും നീ വന്ന ദിവസം കൊള്ളാം. എന്താടാ? എടാ എന്റെ ജോലി ഇന്ന് തീർച്ചേനെ. ഓഫീസിന് കുറച്ച് ക്യാഷുമായിട്ട് ബാങ്കിലേക്ക് പോകുന്ന വഴി ഒരുത്തന്നെ തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്നേ. എന്തോ അവന് രക്ഷപ്പെട്ടു. എന്തോ നിന്റെ കഴിവാന്നാ വിചാരിച്ചത്? എടാ ഐശ്വര്യമുള്ള കാലുകുത്തിയന്റെ ഗുണമാ അത്. അതുപോട്ടെ, നീ എവിടെയായിരുന്നു ഇതുവരെ? അതൊരു പെരിയ കഥ. അന്ന് ഞാൻ നേരെ ബോംബെക്ക് വിട്ടടാ. അവിടെ ചില ചുറ്റിക്കളികളിലൊക്കെ ചെന്ന് പെട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ കാശും കൈ വന്നു. പിന്നെ ഞാൻ അവിടെ നിന്നില്ല. ഇപ്പം YMC റോഡിൽ ഉണ്ടായിരുന്ന നമ്മുടെ പഴയ ആനണി ചേട്ടന്റെ വർക്ക്ഷോപ്പ് വാടകയ്ക്ക് എടുത്ത് നടന്നു. അന്ന് നീ ജയിലിൽ വെച്ച് പറഞ്ഞത് മുതൽ എന്റെ മനസ്സ് മാറുകയായിരുന്നു. എനിക്കും തോന്നി ഒരു ചേഞ്ച് ആവശ്യമാണ്. എന്തായാലും ഇപ്പൊ മനസമാധാനമുണ്ട്. എനിക്കില്ലാത്ത അതാടാ. അതൊക്കെ പോട്ടെ, ഞാൻ എവിടെ ഉണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു? ചാക്കുണ്ണി ചേട്ടനെ ഞാൻ കണ്ടിരുന്നു. വിവരങ്ങളൊക്കെ എങ്ങനെയാ പറഞ്ഞത്? പിന്നെ നീ കരകയറി കണ്ടതിൽ ഒരാൾ ഹാപ്പിയാ. ആരടാ? എന്തോ പഴയതൊക്കെ മറന്നടാ. നമ്മുടെ കോളാമ്പി ലോഡ്ജ് മുതലാളിച്ചി. അളയാ, ഇനി വെച്ച് താമസിപ്പിക്കാതിരിക്കുന്ന ആ ബുദ്ധി. നീ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്. ഒരാഴ്ച നമുക്കിവിടെ കൂടാം. അയ്യോ, അത് പറ്റില്ല. പഴയതുപോലൊന്നും അല്ലല്ലയാ ഞാൻ. ഭയങ്കര ബിസിയാ. ആ കാർ നന്നാക്കി വന്നാ അപ്പം ഞാൻ പോവും. കാറോ? നീ കാറൊക്കെ പിടിച്ചോ? വാങ്ങിച്ച പോലെ തന്നെയാ. എന്ന് വെച്ചാ ഈടാ അളിയാ, വർക്ക്ഷോപ്പിനകത്തോട്ട് കയറി കഴിഞ്ഞാ കാർ നമ്മളെല്ലാം പിന്നെ നാട്ടുകാരാണ്. ഓഹോ, അപ്പൊ പഴയ തൊഴിലൊന്നും നീ പൂർണ്ണമായിട്ടും വിട്ടിട്ടില്ലല്ലേ? ഇല്ല, പലതും കുറേശ്ശെ മിച്ചം വെച്ചിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, 2 ഗ്ലാസ് എടുക്ക്. ഓ, എന്തൊരു തണുപ്പ് ഇവിടെ. പഞ്ചറൊക്കെ ശരിക്കും ഒട്ടിച്ച് ഹോൺ ശരിയാക്കിയാ ധൈര്യമായിട്ട് പോവാല്ലോ. ശരിയല്ലേ? എടാ, നീ ഇവിടെ വന്നിട്ട് നമുക്കൊന്നും ശരിക്കും കൂടാൻ പറ്റില്ലടാ. അടുത്ത തവണ നീ തിരിച്ചു വരുമ്പോ നമുക്ക് ശരിക്കും ആഘോഷിച്ചോളാം. ഓക്കെ, നീ ഫ്രണ്ടിൽ കയറിക്കോളെ. അല്ല, കറിയാച്ചനായിരുന്നോ? പേടിപ്പിച്ചോളതിനോട്. എന്താ ഈ നേരത്തെ? അതെയോ? വേണ്ട വേണ്ട, താൻ എന്തെടുക്കായിരുന്നോ അവിടെ? കുറെ നേരമായല്ലോ ഞാൻ മുട്ടാൻ തുടങ്ങിയിട്ട്. അല്ല, ഞാൻ അടുക്കളയിൽ എങ്ങനെ? മതി മതി, തന്നോടെ മാനേജർ അത്യാവശ്യമായിട്ട് ചെല്ലാൻ പറഞ്ഞു. അയ്യോ, ഈ തണുപ്പത്തോ? രാവിലെ അല്ലെന്ന്. മതി, ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെന്നാലും മതി. പക്ഷെ ജോലിയുണ്ടല്ലോ, തെറിക്കും. എടോ, അത്യാവശ്യമായതുകൊണ്ടല്ലേ ഈ രാത്രി എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ക്വാർട്ടേഴ്സ് 2 വീശിക്കൊണ്ടിരിക്കേണ്ട സമയമല്ലേ ഇത്? പെട്ടെന്ന് ചെന്നേ. എന്നൊരു കാര്യം ചെയ്യ്, താനും കൂടെ വാ, നമുക്ക് ഒരുമിച്ച് വീട്ടിൽ വരാം. ഓ പിന്നെ, ഇങ്ങോട്ട് വന്നതിന്റെ പാട് തന്നെ എനിക്കറിയാം. തനിക്ക് പറ്റുമെങ്കിൽ പോയാൽ മതി. എനിക്ക് ക്വാർട്ടേഴ്സ് പോയിട്ട് വേറെ പണിയുണ്ട്. ഗുഡ് നൈറ്റ്. ചേടാ, പാതിരാത്രിയായാലും മനുഷ്യനെ കിടത്തി ഉറക്കൂലെന്ന് പറഞ്ഞാ ഈ നേരത്തെ ഇയാൾക്ക് എന്ത് പണ്ടാരം പറയാനാ?